കുട്ടേട്ട എന്തോ പറയുന്നു? കുട്ടേട്ട പറഞ്ഞു. നമസ്കാരം നോബി മാർക്കോസ്, അഖിൽ കവലിയൂർ. നമസ്കാരം എന്ന് പറഞ്ഞിട്ട് കിങ് കോങ് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് രണ്ടുപേർക്കും സുഖം തന്നെയല്ലേ? ഒരു കാര്യം ചോദിക്കാം. പണ്ടൊരിക്കൽ അഖിൽ കവലിയൂരിന്റെ ഒരു ജോലി നോബി മാർക്കോസ് കളഞ്ഞു. ഒരു മൊബൈൽ കമ്പനിയിലെ ജോലിയായിരുന്നു. അങ്ങനെ ഒരു സംഭവമില്ല. അതായത് അഖിലിന്റെ ജോലി നോബി കൊണ്ട് കളഞ്ഞു അല്ലേ? എന്തായിരുന്നു ജോലി? അതായത് ഞാൻ +2 പഠിക്കുന്ന സമയം, ഇവനും +2 പഠിക്കുകയാണ് വെഞ്ഞാറോഡില്. അപ്പൊ എനിക്ക് പരീക്ഷ കഴിഞ്ഞപ്പോൾ പോയിട്ടില്ല. പ്രൈവറ്റ് ആയിട്ട് പോകുന്നുണ്ട്. ആൾക്കാർ ഞാൻ IT ആണ് വേറെ സംഭവം. അങ്ങനെ ആ കഥ എന്ന് പറഞ്ഞാൽ എനിക്ക് തന്നെ +2 കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ അന്ന് ഒരു മൊബൈൽ ഇറങ്ങി, പറയാവുന്ന ടാറ്റ ഡോകോമോ എന്ന് പറഞ്ഞ ഫോൺ ഇറങ്ങി. അപ്പൊ ഇതിന്റെ ഇതാണ് സാറേ, ഈ റോഡ് സൈഡിൽ മറ്റേ കുടയെ തൂക്കി വെച്ചിരുന്നിട്ട് മറ്റേ ആൾക്കാരെ നമ്പർ എടുത്തിട്ട് ക്യാൻവാസ് ചെയ്യുക, ഇതിന്റെ ഈ ഫോണും പരിപാടിയൊക്കെ. അപ്പൊ എനിക്ക് എന്റെ ജോലി കിട്ടി. അത് ശമ്പളം എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരം ആകുമ്പോൾ 50 രൂപ കിട്ടും, പിന്നെ ഉച്ചയ്ക്ക് ബിരിയാണി. അത് ഇവ അറിഞ്ഞു. ഞാൻ പറഞ്ഞ ആറ്റിങ് ബസ് സ്റ്റാൻഡ് അടുത്ത് ഇരുന്നാൽ മതി. ഇതേപോലെ കുറച്ച് ആൾക്കാർ വരുമ്പോഴത്തേക്ക് അവർക്ക് എൻക്വയറി കൊടുക്കുക, ഈ നോട്ടീസ് കൊടുക്കുക. അനൗൺസ് ഒന്നുമില്ല സാറേ, അവർ ഇരുന്നാൽ മതി. ഇരുന്നിട്ട് ഈ നോട്ടീസ് കൊടുത്തിട്ട് ഇവർ എൻക്വയറി എടുക്കണം. അപ്പൊ കസ്റ്റമർക്ക് അവർ വിളിച്ച് കാൻവാസ് ചെയ്ത് ഫോണിൽ ഡാറ്റ കളക്ഷൻ അതിനിരിക്കുകയാണ്. ഞാൻ മര്യാദയ്ക്ക് ബിരിയാണി നിന്ന് വൈകിട്ട് 50 രൂപ മേടിച്ച് വീട്ടിൽ കൊണ്ട് രണ്ടാമത്തെ ദിവസം ഇവൻ വന്നു. അപ്പൊ ഞാൻ ഒരു സ്റ്റാഫ് കൂടെ ഉണ്ട്, നമുക്ക് പുതിയ ആളിനോട് എടുക്കാൻ നല്ല ഇതാണെന്ന് പറഞ്ഞു എക്സ്പെർട്ട് ആണ്. ഇവൻ വന്നിട്ട് ഉച്ചയ്ക്ക് പോയി ബിരിയാണി തിന്നും, ഒന്ന് വൈകിട്ടാകുമ്പോൾ വീട്ടിൽ പോകും. ഇവ എന്തെന്ന് അറിയാമോ, ഇവ ഈ മറ്റേ ഡയറക്ടർ ഇല്ലേ ഫോൺ, അതിൽ നോക്കി കുറെ നമ്പർ എഴുതിക്കൊണ്ട് വന്നിട്ട് ഇതിൽ ഫില്ല് ചെയ്യും. ഓരോ ആൾക്കാരെ പേര് എഴുതി വെച്ച് ഈ നമ്പർ കൊടുക്കണമല്ലോ വൈകിട്ട്. ഇവ എവിടെ നിന്നാ ഡയറക്ടർ കുറെ നമ്പർ എഴുതിക്കൊണ്ട്. അവസാനം അവന്മാർ ചെക്ക് ചെയ്ത് നോക്കിയപ്പോ എല്ലാം കോഴിക്കോടുള്ള ആൾക്കാർ, മലപ്പുറത്തുള്ളവര്, ഈ ആറ്റിങ്ങ ബസ് സ്റ്റാൻഡ് അടുത്ത് എവിടെ നടത്താൻ അങ്ങനെ എല്ലാം അവിടെ നിന്ന് പറഞ്ഞു വിട്ട്. അതോടുകൂടി എന്റെ ബിരിയാണി തീർന്നു. പിന്നെ പോയി ഇവൻ വന്നപ്പോഴേ എന്റെ പണി പകുതി പോയല്ലോ. ഇവൻ ചെയ്യാത്ത പണിയില്ലെന്ന്. പിന്നെ അവൻ വീഡിയോഗ്രാഫിക്ക് പോയി. ഞാൻ ഇവന്റെ ഞാൻ ക്യാമറമാനാണ്. അല്ല, ലൈറ്റ് അടിക്കാൻ ഞാൻ കൂടെ പോയി. ക്യാമറ തന്നിട്ടില്ല എനിക്ക്. ഇല്ല, എങ്ങനെ കൊടുക്കടാ? എവന്റെ കാല് പിടിക്കണം, ലൈറ്റ് അടിക്കാൻ വിളിക്കാൻ. ലൈറ്റ് അടിക്കടാ. കാരണം കാലിയെട്ട് സമയത്തൊക്കെ എവ പോയി കസേര ഇരിക്കും പഴം എന്നുള്ളത്. എവിടെ ലൈറ്റ് ഇടാ, ഓപ്പോസിറ്റ് വർക്ക് നടക്കുമ്പോ. അതൊക്കെ എവന്റെ വേറെ കിടുന്ന കോമഡി ഉണ്ട്. അതായത് ഈ പയ്യൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയാണ് കല്യാണത്തിന് പോയി. അപ്പൊ പയ്യന്റെ അച്ഛൻ മരിച്ചുപോയി, ഫോട്ടോയാണ്. അപ്പൊ അമ്മയും പയ്യനും നിൽക്കുകയാണ്. അപ്പൊ അമ്മേരെ കാലിൽ തൊട്ടുഴുത് അച്ഛന്റെ ഫോട്ടോയിൽ തൊട്ടുഴുത് വരാൻ പറഞ്ഞു. അപ്പൊ അമ്മേരെ കാലിൽ തൊട്ടുഴുത് അച്ഛന്റെ ഫോട്ടോ തൊട്ട്. ഇപ്പൊ എവൻ പറയണേ ഇനി 3 പേരും ചിരിച്ചോട്ട് ക്യാമറയിലോട്ട് പോകാൻ. അച്ഛൻ ഫോട്ടോയാണ് ജവറില്. അപ്പോഴാ പയ്യൻ പറയണ ഈത്ത വിളിച്ചാ അച്ഛൻ അല്ലെങ്കിൽ ചിരിച്ചോണ്ടിരിക്കുകയാണ്. ഇവൻ എനിക്ക് പണി തന്നിട്ടുണ്ട്. ഇവനല്ലേ ആസ്ഥാന ലാലേട്ടൻ ഫിഗർ ചെയ്യണം. പണ്ട് മിമിക്രിയുടെ എൻഡെന്ന് പറയുന്നത് ഫിഗർ ഷോ ഉണ്ട് സാർ. ഇപ്പൊ ഏതെങ്കിലും സ്ഥലത്ത് നമ്മൾ പരിപാടി പിടിച്ചിട്ട് ലാസ്റ്റ് ഫിഗർ ഷോ ചെയ്യുമ്പോൾ കൈയടി കിട്ടും. അന്ന് ഞാൻ സത്യമാഷിന്റെ ഫിഗറൊക്കെ ചെയ്യും. അപ്പൊ അത് ഫുള്ള് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, CD അങ്ങ് കൊടുക്കണം. പിന്നെ ഇത് കട്ട് ചെയ്യാനൊന്നും നിവർത്തിയില്ലല്ലോ. ഈ പുള്ളി വന്നില്ല. ഏറ്റവും ലാസ്റ്റ് ലാലേട്ടനാണ്. ടെൻഷനായി. ഞങ്ങൾ അരുണും ഞാൻ വേറെ 2 പേരും കൂടെ ഉണ്ട്. ഇവന്മാരങ്ങ് ടെൻഷനായി. ഞാൻ എന്തിന് ഞാൻ ചെയ്തോളാം, അവനെ താങ്ങേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെ വേറെ പരിപാടി പിടിച്ച് പോയത്. അങ്ങനെ ഞാൻ അവർക്ക് ധൈര്യം കൊടുത്ത് എല്ലാത്തിനും കൈയടി ഉണ്ടായിരുന്നു. ലാസ്റ്റ് മോഹൻലാൽ എന്ന് പറഞ്ഞ മോഹൻലാൽ ക്ലിപ്പ് ഇട്ട് ഭയങ്കര കൈയടിയല്ലേ. അത് കഴിഞ്ഞ് കട്ടൻ പോകുമ്പോഴാണ് പഴയ മോഹൻലാലിന്റെ തൊപ്പി വിഗൊക്കെ വെച്ചിട്ട് കോസ്റ്റ്യൂം ഞാൻ എന്റെ ട്രൂപ്പിൽ നിന്ന് ഒപ്പിച്ചു വേറൊരാളിന്റെ. ഇതെടുത്തിട്ട് തൊഴുകൈ കൂപ്പി സിനിമ, ആ പാട്ടാണ്. ഇങ്ങനെ തിരിഞ്ഞിട്ട് ഇങ്ങനത്തെ തൊഴുക ഇങ്ങനെ നീക്കപ്പോ നോക്കിയതും കൂവല് തുടങ്ങി. ഞാൻ ഇടത് കൈ അങ്ങ് മുഖം വെച്ച് മറച്ചിട്ട് ഇതിന്റെ ഇടയിൽ കൂടെ ആൾക്കാരെ നോക്കി ആ പാട്ട് തീരണ വരെ ഈ കൈ അങ്ങനെ തന്നെ. ആൾക്കാർ കണ്ടത് ഈ തലമുടി തൊപ്പി മാത്രമേ. അങ്ങനെ പണി വന്നിട്ടുണ്ട് ഇവൻ.